Things I wish to know before starting my class 11. The gap is really huge. Yes, 10th നിന്ന് 11th വരിക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സ്റ്റെപ്പ്, ഇറ്റ്സ് എ ഹ്യൂജ് ജംപ്. സോ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ 10th ചെയ്ത കുറേ അല്ലറ ചില്ലറ പരിപാടികളൊന്നും ചെയ്ത് നമുക്ക് 11th നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റില്ല. സോ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ദ ചാപ്റ്റേഴ്സിൻ്റെ സൈസ് നല്ല വലുതാണ്, സിലബസ് കുറേ ഉണ്ട്, ഡെറിവേഷൻസ്, അങ്ങനെ കുറേ പുതിയ കാര്യങ്ങൾ നമ്മൾ 11th പഠിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ, കോൺസെപ്റ്റ്സ് ഓവർ PYQs. നമ്മൾ മുൻ വർഷങ്ങളൊക്കെ പോലെ PYQs മാത്രം പഠിച്ചു പോയാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്ന പോലെയല്ല ഇപ്പോൾ ഈ ഒരു ഇടയായിട്ട്, എസ്പെഷ്യലി ഞങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ പബ്ലിക് എക്സാമിലൊക്കെ PYQs റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ PYQs മാത്രം പഠിച്ചു പോയിട്ട് നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. നൗഡേയ്സ് കൂടുതലും കോൺസെപ്റ്റ്സ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നമുക്ക് നന്നായിട്ട് അറിയണം കോൺസെപ്റ്റ്സ്, എന്നാൽ മാത്രം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ തുടക്കത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോവുക, കോൺസെപ്റ്റ്സ് റെഡി ആക്കിയിട്ട് പോവുക കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ബാക്ക്ലോഗ്സ് ആർ ഡെത്ത് ടാപ്സ്. ഓഫ് കോഴ്സ് ഇത് നമ്മൾ 11th നമ്മൾ ശരിക്കും പോലെ പഠിക്കുന്ന ഒരു സംഭവമാണ്. ബാക്ക്ലോഗ്സ് വന്ന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും കേട്ടോ. നമ്മൾ 10th പോലെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. നമുക്ക് പറ്റില്ല, കാരണം ചാപ്റ്റേഴ്സ് വലുതാണ്, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിലെല്ലാം തീർക്കൽ നടക്കില്ല. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സിനെ സ്കൂളിലൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാൻ കാത്തിക്കണ്ട, ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. നെക്സ്റ്റ് വണ്ണാണ് NCERT. യെസ്, നമ്മൾ ഇനീഷ്യലി നമുക്ക് കുറേ ഡൗട്ട്സൊക്കെ വരാം, ഏത് റെഫറൻസ് ബുക്ക് വേണം. ബട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് മനസ്സിലാവും NCERT ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങളെപ്പോഴും NCERT സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആയിട്ട് എക്സസൈസും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്താൽ നമുക്ക് ഏകദേശം ഹാർഡ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കുറേയൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഫൈനലി പറയാനുള്ളതാണ്, 11th റിയലി മാറ്റേഴ്സ്. നമ്മൾ 11th പഠിക്കുന്ന കോൺസെപ്റ്റ്സ് ആയാലും കിട്ടുന്ന ഫൈനൽ എക്സാമിലെ മാർക്സ് ആയാലും വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ 12th. സോ നിങ്ങൾ എൻജോയ് ചെയ്യുക, അതോടൊപ്പം തന്നെ 11th ഇമ്പോർട്ടൻ്റ് ആയിട്ടും കാണാം കേട്ടോ. സോ താങ്ക് യു.